നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തും വാട്സപ്പ് വഴിയും പിന്നെ അതേപോലെ ഫേസ്ബുക്കിലും അതേപോലെ യൂട്യൂബിലും ഞാൻ ചെയ്ത വീഡിയോകൾക്കടിയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ അതിൻ്റെ F&B, കാരണം ഫുഡ് ആൻഡ് ബീവറേജിൻ്റെ കോസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് ശേഷം നിങ്ങളുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് അതിൻ്റെ F&B കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രോസ് പ്രോഫിറ്റിൽ വരുന്നത്? നമുക്ക് കിട്ടുന്ന ഈ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും? നമ്മുടെ യൂട്ടിലിറ്റി ബില്ലുകൾ അതിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ റെൻറ്റ്, അതേപോലെ നിങ്ങളുടെ ലേബർ കോസ്റ്റ്, നിങ്ങളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഫുഡ് കോസ്റ്റ് കഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ചെലവുകളും ഗ്രോസ് പ്രോഫിറ്റിനുള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഫുഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കോസ്റ്റ് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അതെടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടോട്ടൽ സെയിൽസിൽ നിന്നും നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് കോസ്റ്റ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്നുള്ളത് എൻ്റെ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അത് ഫുൾ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണോ ഉള്ളത് ആ ഡൗട്ടിനെ ക്ലിയർ ചെയ്ത് തരുന്ന രൂപത്തിലേക്കുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. താങ്ക് യു.